കേൾപ്പതുണ്ട് പൊന്നും പരദേവതേ, കേൾവിയൊന്ന് കേട്ടാലും ഇരുചിവിക്കുമമായൊന്ന് കേൾക്ക വേണമോ, കേട്ടു തിരുമനം കൊണ്ടു ഉണ്ണേണമോ, കണ്ടും കൊണ്ടും മണിവിലാസ പുഞ്ചിരി കൈകൊള്ള വേണമോ, പടയ്ക്കും കൊടയ്ക്കും മഴകേറുന്ന പടയുടെ പൊന്നു 18 മലവാഴി മുണ്ടയക്കാറ് ചാത്ത ചങ്ങാതി വാഴ്ക. അങ്ങനെ നാട് തണല് തങ്കദേശങ്ങൾ വാഴുക, നാട്ടിൽ തെളിഞ്ഞ നാടായിരിക്കുന്ന വേളവത്ത് നാടും വാഴുക, ദേശത്തിലൊതുങ്ങിയ ദേശമായിരിക്കുന്നു പെരിങ്ങോട്ടുകര ദേശം കരയും കരപ്പുറങ്ങളും വാഴുക. പെരിങ്ങോട്ടുകര ദേശം കരയും കരപ്പുറത്തായിരിക്കുന്നു തട്ടകത്ത് വാഴുന്നമ്മ ഭഗവതിയും തോന്നിയോർഗാവിലമ്മ ഭഗവതിയും വാഴുക. അമ്മ ഭഗവതി തന്നുടെ കല്ലടിക്കു താഴെയായിരിക്കുന്നു, പണ്ടേക്കും പണ്ട് പടിയടച്ച് കുടിയിരിക്കും മുന്ന മുതൽ തറവാടായിരിക്കുന്നു. അരിയെടുത്ത പൊന്നാരിയണ്ണാമണങ്കാടും വാഴുക, അരിയെടുത്ത പൊന്നാരിയണ്ണാമണങ്കാട്ടിങ്കലായിരിക്കുന്നു. ഒറ്റക്കാലം മേൽവട്ടത്തിൽ ചിത്രമൊത്ത ശ്രീപീഠം പടതു, പൊന്നഴിയ സ്വരൂപം വാർത്ത സ്വരൂപത്തിങ്കൽ കുടിയിരിക്കും. വിഷുവിന്റെ മായത്തിൽ പിറന്ന മകനെ പൊന്നുണ്ണി വിഷുമായ ചാത്തനും വാഴുക. അങ്ങനെ ബന്ധല്ലൂർ ദേശം കരയും കരപ്പുറങ്ങളും വാഴുക, ബന്ധല്ലൂർ ദേശം കരയും കരപ്പുറത്തായിരിക്കുന്നു ചക്കുമ്മ ചേതനെന്ന ചെറുപറയന്റെ പടിഞ്ഞാറ്റിനി പൂമണി മന്ത്രശാലയിലും. ഒറ്റക്കാലം മേലോ മുക്കോണിൽ ചിത്രമൊത്ത ശ്രീപീഠം പണിതു, പൊന്നഴിയ സ്വരൂപം വാർത്ത സ്വരൂപത്തിൽ കുടിയിരിക്കുമോ, അച്ഛൻ്റെ മകനായിരിക്കുന്നു വടുതല പാടം തേക്കും തെളികളും കഴിച്ച മകനെ ഓമന കരൻകുട്ടി ചാത്തനും വാഴുക. അങ്ങനെ അച്ഛൻ്റെ മകനായിരിക്കുന്നു പരക്കുട്ടി ചാത്തനും വാഴുക. കുന്നത്തേരി മടപ്പാട്ടിങ്കല കുഞ്ഞിപ്പൊന്ന മകനും വാഴുക. ഇന്ദ്രലോകം മന്ത്രലോകം ദേവലോകം സ്വർഗലോകങ്ങളൊക്കെയും വാഴുക. ഏഴേമാനമെന്ന ശ്രീ കൈലാസം വാഴുക. ശ്രീ കൈലാസത്തിങ്കലായിരിക്കുന്നു സത്യസ്വരൂപൻ ശ്രീ പരമേശ്വരൻ തിരുവടിയാണ് നല്ല അച്ഛനും വാഴുകേ. സതി എന്ന ശ്രീ പരമേശ്വരി പാർവതി മാതാവ് വാഴുക. അങ്ങനെ അത്തിക്കുന്ന് ചെത്തിക്കുന്ന് ചെമ്പരത്തിക്കുന്ന് കുന്നുനീലിമണി മാമലപ്പുറങ്ങളും വാഴുക. കുന്നുനീലിമണി മാമലപ്പുറത്തായിരിക്കുന്നു കൂടി വാകയെന്ന് ചെറുവെള്ളോത്തി കാട്ടാളത്തി എന്ന പെൺകിടാവും വാഴുക. അങ്ങനെ പണ്ട് ഒരു കാലത്തായിരിക്കുന്നു ഭൂമി ലോകം പൂവാരത്തും പുത്തിടി ഒന്ന് വെട്ടുന്നു പുതുമാരി മഞ്ഞ മഴകളൊക്കെ പെയ്യുന്നു ഒരു കാലത്ത്. പാർവതി മാതാവായിരിക്കുന്നു നല്ലച്ഛനോട് പട പറഞ്ഞു, ഇക്കാലം കൊണ്ട് പുത്തിടി ഒന്ന് വെട്ടിയില്ലേ, പുതുമാരി മഞ്ഞും മഴകളൊക്കെ പെയ്തില്ലേ നല്ലച്ചോ, ആയതുകൊണ്ടായിരിക്കുന്നു നമ്മൾക്കും പള്ളിവേട്ട നായാട്ടൊന്ന് ചെയ്തു ഒഴിയണമെന്നങ്ങനെ പട പറഞ്ഞല്ലോ മാതാവും. അങ്ങനെ പാർവതി മാതാവ് പറഞ്ഞത് പരമാർത്ഥമെന്നു നിരന്ന് കണ്ട് നല്ലച്ഛനായിരിക്കുന്നു. കുളികുറി ദേവാരിതങ്ങളൊക്കെ കഴിഞ്ഞു പോരുന്നു, അഞ്ചല്ലോ ഭസ്മക്കുറികളെ വരയ്ക്കുന്നു, ആടശീലകൾ കൊണ്ടങ്ങനെ മാറ്റിയെടുത്തു നല്ലച്ഛനായിരിക്കുന്നു. വെള്ളിച്ചിങ്ങ പൊന്നും പോർക്കുതിര തന്റെ പുറം കയറുന്നു ഒരു നേരം, നഞ്ഞു നായ്ക്കിടാങ്ങളെയും കൊണ്ടങ്ങനെ തുണ കൂട്ടുന്നു ഒരു നേരം. ഇലശൂലം വെൺമഴു ഭദ്രക്കോല് ചാട്ടവാറ് വീലിക്കുന്തങ്ങളൊക്കെ എടുത്തു നല്ലച്ഛൻ. പള്ളിവേട്ട നായാട്ടിനായി അങ്ങനെ പാർവതി മാതാവിനോടടികൂടെ യാത്രയും കൈവഴങ്ങുന്നു. ഭൂമി ലോകം പൂവാരം നോക്കി കീഴടങ്ങുന്നു പരമേശ്വരോ. അങ്ങനെ ഇന്ദ്രലോകം കടക്കുന്നു, മന്ത്രലോകം ദേവലോകം സ്വർഗലോകങ്ങളൊക്കെ കടന്നു നല്ലച്ഛനായിരിക്കുന്നു. ഭൂമി ലോകം പൂവാരത്തോടങ്ങനെ കീഴടങ്ങി വഴി ചെല്ലുന്നു ഒരു നേരം.
കൂളിക്കുന്നം കാട്ടകങ്ങളൊക്കെയും നടന്നോടി നല്ല അച്ഛനായിരിക്കുന്നു. ഒരു നാളത്തെ പള്ളിവേട്ട നായാട്ടങ്ങനെ ചെയ്തൊഴിയുമ്പോ ഒരു മാനിന്റെ കൊമ്പോ കുളമ്പോ ചേടകമോ കിട്ടാത്തൊരു വഴിമൂലം കൊണ്ട് നല്ല അച്ഛൻ വാഗനെല്ലി ഭരിക്ക പ്ലാവിന്റെ തൃക്കടവാരത്തങ്ങനെ തണലും മലച്ചങ്ങു അറിയിരിക്കുന്നു പരമേശ്വരോ. അങ്ങനെ എന്നാളിലായിരിക്കുന്നു കൂളിക്കുന്നം കാട്ടകത്ത് കൂളി വാകേന്ന ജനവെള്ളോത്തി കാട്ടാളത്തി എന്ന പെൺകിടാവ് അവരുടെ കുപ്പുമാടത്തിലും ഉണർന്നെഴുന്നേറ്റു കൂളിവാകാം. അടിച്ചൂലെടുക്കുന്നു തെളിക്കലങ്ങളെ എടുത്തു പണിക്കുറ്റം അടിച്ചു വാരിക്കോരിയവളായിരിക്കുന്നു. കുളികുരുദേവാരിതങ്ങളൊക്കെ കഴിഞ്ഞു പോരുന്നു ഒരു നേരം. അവളായിരിക്കുന്നു ചന്തം ചമയങ്ങളങ്ങനെ ചമഞ്ഞൊരുങ്ങുന്നു ഒരു നേരത്ത്. അവരുടെ കല്ലുമാല കവടിമാല ചതുക്കേലസ് രാമായണം കുത്തുവച്ച വളകളൊക്കെയും പേർത്തണഞ്ഞു. ചന്തം ചമയങ്ങളങ്ങനെ ചമഞ്ഞൊരുങ്ങി കൂളിവാകവളും. ഇന്നലെ പെയ്തുള്ള ഒരു മഴയ്ക്ക് ഇന്ന് മുളച്ചുള്ള ഒരു ചണ്ണക്കിഴങ്ങ് ചാവാനക്കിഴങ്ങൊക്കെയും കുത്തിയും മാന്തുവാനും കൂളിവാക. ഒരു കൊമ്പുമരത്തിനാലയെടുക്കുന്നു നാന്തകം നാരാളി കത്തിയാലയെടുത്തു. അവരുടെ കുപ്പുമാടത്തിൽ നിന്നങ്ങനെ വഴി പോകുന്നു കൂളിവാകയും. അങ്ങനെ എത്തിക്കുന്നും ചെത്തിക്കുന്നും ചെമ്പരത്തിക്കുന്നും കൂളിക്കുന്നും കാട്ടകങ്ങളൊക്കെയും നടന്നോടി കൂളിവാക. ഇന്നലെ പെയ്തുള്ളൂ ഒരു മഴയ്ക്ക് ഇന്ന് മുളച്ചുള്ളൂ ഒരു ചണ്ണക്കിഴങ്ങ് ചാവാനക്കിഴങ്ങൊക്കെയും കുത്തിയും മാന്തിയും നിലനിൽക്കുന്നു ഒരു നേരം. കൂളിവാകയ്ക്കൊരു കൊമ്പുമറം ചണ്ണക്കിഴങ്ങ് കിട്ടുമ്പോ അച്ഛൻ കുളിക്കുന്ന മുല്ലനെല്ലി പളുങ്ക് പേരാറ്റിലും വഴി വന്നു. തേച്ചും മലമ്പിയും മാരും മൊരിയും കളഞ്ഞങ്ങനെ നിലനിൽക്കുമ്പോ കൂളിവാകിയുടെ മെയ്യാഭരണങ്ങളൊക്കെയും കെട്ടാകിലും കെട്ടഴിഞ്ഞു പൂട്ടാകിലും പൂട്ടഴിഞ്ഞു. ഒല്ലനെല്ലി പളുങ്ക് പേരാറ്റിലങ്ങനെ വീണു താണുറഞ്ഞു പോകുന്ന നേരം. അങ്ങനെ പെണ്ണായുരുത്തി കൂളിവാക ഇറങ്ങി മുങ്ങി തപ്പി നോക്കിയിട്ട് കിട്ടാത്തൊരു വഴിമൂലം കൊണ്ടവളായിരിക്കുന്നു. കരഞ്ഞങ്ങനെ മുറകീണു തവസാളിക്കല്ലിന്റെ പരിമുകളിലും ചെന്നങ്ങനെ അറിയിരിക്കുന്നു ഒരു നേരം. കൂളിവാകയുടെ കരച്ചിലൊന്നു പരമേശ്വരൻ നല്ല അച്ഛൻ കേട്ടറിയുന്നു ഒരു നേരം. മാനാണോ പുലിയാണോ സിംഹമാണോ എന്നറിയാതെ കണ്ടു മാടമ്പിലെ വില്ലും അതൊടുത്തു കൂളിവാകെ എയ്യുവാനും കൊല്ലുവാനുമായി അങ്ങ് അടുത്തടുത്തേക്കങ്ങനെ വഴി ചെല്ലുന്നു പരമേശ്വരൻ. എന്നതിനെ കണ്ടു കൂളിവാകവളായിരിക്കുന്നു ഈരടി പിന്നാക്കം മാറി നിലവന്നു നല്ലച്ഛനോട് വിട പറഞ്ഞു. പെൺകുല ചെയ്യല്ലേ പെൺശാപങ്ങളൊട്ടും കയ്യേൽക്കല്ല നല്ലച്ഛ. എന്തിനെ കൊണ്ടാണടി കൂളിവാകെ ഏതിനെ കൊണ്ടാണ് നീയും ഇവിടെ വന്നു കരഞ്ഞു മുറുകേഴുന്നു. ഒരു കാര്യം ഞാനൊന്ന് കേൾക്കട്ടെ എന്നതിനെ കേട്ടു കൂളിവാക പറഞ്ഞു. അയ്യോ എന്നെ നല്ലച്ഛ, ഞാനായിരിക്കുന്നു ഒരു കൊമ്പോളം ചണ്ണക്കിഴങ്ങൊക്കെയും കുത്തിയും മാന്തിയും കൊണ്ടുപോന്നു. ഒല്ലനെല്ലി പളുങ്ക് പേരാറോടെ വഴി വന്നു ഒരു നേരം. എന്നോട് മെയ്യാഭരണങ്ങളൊക്കെ ആയിരിക്കുന്നു ഒല്ലനെല്ലി പളുങ്ക് പേരാറ്റിലും വീണ് താണുറഞ്ഞു പോയല്ലോ. പെണ്ണായ ഞാനൊരു തീറങ്ങി മുങ്ങിത്തപ്പി നോക്കിയിട്ടും കിട്ടാത്തൊരു വഴി മൂലം കൊണ്ടും കരഞ്ഞങ്ങനെ മുറുകേഴുന്നതാണ് എൻ്റെ നല്ലച്ചോ. അങ്ങനെയാണായ നിങ്ങളൊരുത്തൻ എടുത്തു തന്നു എന്ന് വന്നാൽ പകുതി ഭാഗം അങ്ങോട്ട് തരുവാനും കുറ്റമില്ല കുറവില്ല എന്ന വണ്ണം പട പറയുമ്പോ പരമേശ്വരൻ തിരുവടിയാണ് നല്ലച്ഛനായിരിക്കുന്നു. അഴകിനെ കണ്ടങ്ങനെ മോഹിച്ചു. നല്ലച്ഛനായിരിക്കുന്നു അടശീലുകൾ കൊണ്ടങ്ങനെ മാറ്റിയെടുക്കുന്നു. മഞ്ഞക്കോവ തൻ്റെ പൊട്ടിച്ചങ്ങനെ നാണവും പൊത്തി നല്ലച്ഛൻ
ഒല്ലനെല്ലി പളങ്കുപേരാറോടങ്ങനെ എടുത്തു ചാടുന്ന ഒരു നേരം ഓരുടനെ മുങ്ങിത്തപ്പി നോക്കുന്ന ഒരു നേരം ഒന്നും തന്നെ കിട്ടിക്കാണുന്നില്ല. രണ്ടുടനെ മുങ്ങിത്തപ്പി നോക്കുന്ന ഒരു നേരം ഇന്നലെ ആരോ കുളിച്ചുപോയ ഇഞ്ചക്കൊറ്റത്താളി ആല കിട്ടുന്നു. മൂന്നുടനെ മുങ്ങിത്തപ്പി നോക്കുന്ന ഒരു നേരത്ത് കൂളിമാകിടുമേ ആഭരണങ്ങളൊക്കെ ആയിരിക്കുന്നു. കെട്ടാകിലും കെട്ടഴിയാതെ പൂട്ടാകിലും പൂട്ടഴിയാതെ ഒല്ലനെല്ലി പളങ്കുപേരാറിൻ്റെ വൻകരെ കൂളിമാകിട വലകയിലും കൊണ്ടുവന്നങ്ങ് കൊടുത്തു കണ്ടു പരമേശ്വരോ. എന്നതിനെ കണ്ടു കൂളിവാക പറഞ്ഞു പകുതി ഭാഗം അങ്ങോട്ടെടുക്കുവാനും കുറ്റമില്ല കുറവില്ല എന്ന വണ്ണം പട പറയുമ്പോ പെണ്ണുങ്ങൾ അണിയുന്ന അടയാഭരണങ്ങൾ എനിക്കൊട്ടും അഴകലടി കൂളിവാകെ. നീ അതൊന്നു പേർത്തളഞ്ഞാലും ഞാനും നിന്നെ ഒന്ന് കാണട്ടെ എന്നതിനെ കേട്ടു കൂളിവാകവളായിരിക്കുന്നു. അവരുടെ മെയ്യാഭരണങ്ങളൊക്കെയും പേർത്തളഞ്ഞു. ചന്തമാ ചമയങ്ങൾ അങ്ങനെ ചമഞ്ഞൊരുങ്ങി പരമേശ്വരൻ നല്ല അച്ഛൻ്റെ തിരുമുമ്പിൽ അങ്ങനെ നിൽക്കുമ്പോ പരമേശ്വരൻ തിരുവടിയാണ് നല്ലച്ഛനായിരിക്കുന്നു. ആ കൂളിവാകിയുടെ അഴകിനെ കണ്ടു കണ്ടങ്ങനെ മോഹിച്ചല്ലോ ഭഗവാനും. അയ്യോ ഇനി എൻ്റെ കൂളിവാകെ ഞാനും നിന്നെ കണ്ടു മോഹിച്ചു പോയല്ലോ. നിന്നെ തന്നെ ഒന്ന് തൊടയണം, തൊട്ടു തീണ്ടി സംഘമോഹങ്ങളൊന്ന് ചെയ്തിരിക്കണം എന്നതിനെ കേട്ടു കൂളിവാകണി മാറത്ത് കൈയടിച്ചും കൊണ്ടങ്ങനെ മുറകേണു ഈരടി പിന്നാക്കം മാറി നിലമ നിന്നു. നല്ലച്ഛനോട് പട പറഞ്ഞു, അയ്യോ എന്നെ നല്ലച്ഛ, നിങ്ങളിന്ന് വന്നാൽ ദേവാർ കുലത്തിൽപ്പെട്ടതല്ലേ. ഉറുമ്പ് തൊട്ട് 400,000 പക്ഷി പതവൈഴവ ജന്തുക്കൾക്കും അച്ഛനല്ലേ. ഞാൻ എന്ന് വന്നാൽ കൂളിക്കുന്ന കാട്ടകത്ത് കൂളിവാകിയെന്ന ചെറുവെള്ളോത്തി കാട്ടാളത്തി എന്ന പെൺകിടാവാണ്. നല്ലച്ഛൻ സത്യമായുള്ള പള്ളി വേട്ടയ്ക്കല്ല വഴി പോകുന്നത്. പെണ്ണുങ്ങളെ തൊട്ടു തീണ്ടുന്ന തൊട്ടും അഴകല്ല എൻ്റെ നല്ലച്ചോ. കിടത്തീരേഴാം ദിവസമായിരിക്കുന്നു. പള്ളിവേട്ട നായ ആട്ടുമുടിച്ചു. വാഗനെലിവരിക്ക പ്ലാവിന്റെ തൃക്കടവാരത്തൊന്ന് വന്നിരുന്നോളൂ. അന്ന് ഞാനും ഇവിടെ വന്നിരുന്നോളാമന്നു എന്നെ തൊട്ടു തീണ്ടുവാനോ കുറ്റമില്ല കുറവില്ല എന്ന വണ്ണം പട പറയുന്നു. ഒരു നേരം കൂളിവാക പറഞ്ഞത് സത്യം പരമാർത്ഥമെന്നു നിനെന്ത് കണ്ട് നല്ലച്ഛനായിരിക്കുന്നു. വെള്ളിച്ചിങ്ങം പൊന്നും പോർക്കുതിരാ തൻ്റെ പുറം കയറുന്നു. നഞ്ഞുനാക്കിടാങ്ങളെയും കൊണ്ടങ്ങനെ തുണകൂട്ടി നല്ലച്ഛൻ പള്ളി വേട്ടുനായാട്ടിനായി അങ്ങനെ വഴി പോകുന്ന നേരം അങ്ങനെ നല്ലച്ഛനും പോയി വഴി ഒഴിയുന്ന ഒരു നേരത്ത് കൂളിവാക തന്നെ താനെയൊന്ന് നിരന്ത് കാണുന്നു. നല്ലച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊട്ടും ഞാനൊട്ടും അറിഞ്ഞാലും പോരാ, ശ്രീ കൈലാസത്തൊന്ന് വഴി പോകണം. പാർവതി മാതാവിനെ ഒന്ന് കാണണം, പാർവതി മാതാവിനോടൊന്ന് പറയണം. ഇതിന് വേണ്ടുന്നൊരു ഉപദേശം ചോദിച്ചറിയണം എന്ന വണ്ണം നിരന്തോ കൂളിവാക പെണ്ണവളായിരിക്കുന്നു. ശ്രീ കൈലാസം നോക്കി അങ്ങനെ വഴി പോകുന്ന നേരം ും ചെത്തിക്കുന്നും ചെമ്പരത്തിക്കുന്നും കൂളിക്കുന്നും കാട്ടകങ്ങളൊക്കെ നടന്നോടി കൂളിവാക മേലൂര് പല ബന്ധീരായിരങ്ങളും കീഴടങ്ങി നടന്നോടിയവളായിരിക്കുന്നു. ഇന്ദ്രലോകം കടന്നു, മന്ത്രലോകം, ദേവലോകം, സ്വർഗലോകങ്ങളൊക്കെയും കടന്നു. ശ്രീ കൈലാസത്തോടങ്ങനെ വഴി ചെന്നു. പാർവതി മാതാവിനെ നേടി എങ്ങനെ വെളിപകരുന്നു. ഒരു നേരമാം അകത്തില്ല മകശാലയിൽ നിന്ന് വിളി കേട്ടു മാതാവ് പുറത്തു പുറശാലയിൽ വന്നു. കൂളിവാകെ കണ്ടു കൂളിവാകയോടെ നിന്ന് ചോദിച്ചറിയുന്നു മാതാവും. അയ്യോ എന്റെ മാതാവേ പരമേശ്വര
പരമേശ്വരൻ തിരുവടിയാണ് നല്ല അച്ഛനായിരിക്കുന്നു. പള്ളിവേട്ട നായാട്ടിന് ഭൂമി ലോകം പൂവാരത്ത് വഴി വന്നു. ആ കൂളിക്കുന്ന കാട്ടകത്ത് വച്ചു എന്നെയും കണ്ടു മോഹിച്ചു പോയി. എന്നെ തന്നെ തൊടുവാനും തൊട്ടു തീണ്ടി സംഘമോഹങ്ങൾ ചെയ്യുവാനും ഒരുവിടത്ത് വഴി വന്നല്ലോ. ഞാനൊരു നുണചതി പറഞ്ഞു പോന്നു ഇന്നേക്കെടുത്ത ഈ 7-ാം ദിവസം. വാഗനിൽ വിരിക്ക പ്ലാവിന്റെ തൃക്കടമാനത്ത് ഞാനും വന്നിരുന്നോളാമെന്ന് പറഞ്ഞു പോന്നിട്ടുണ്ട്. ആയതുകൊണ്ടായിരിക്കുന്നു എനിക്ക് വേണ്ടുന്ന ഒരു ഉപദേശം ചൊല്ലിത്തരേണം എൻ്റെ മാതാവേ. നീ ഇപ്പോൾ പറഞ്ഞു കാര്യമേറെ എവിടെയും പോയി പറയില്ലടി കൂളിവാകെ. ദേവാർ കുലത്തിലെങ്ങാനും മറഞ്ഞു പോയാലോ കുറ്റമുണ്ട്, കുറവെള്ളക്കേടുണ്ട്. നിനക്ക് വേണ്ടൊന്നൊരു ഉപദേശം ചൊല്ലിത്തരേണമെന്ന് വന്നാൽ എന്നെ കൊണ്ടാവതും കഴിവില്ലല്ലോ. ഞാനായിരിക്കുന്നു വൈകുണ്ഠത്തിലൊന്ന് വഴി പോകണം. വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാനെ കണ്ടു. ഇതിന് വേണ്ടൊന്നൊരു ഉപദേശം ചോദിച്ചറിഞ്ഞോളാം. അത്രത്തോളം നീ ശ്രീ കൈലാസത്ത് മുടിയാതെ അറിയിരിക്കണം എന്ന വണ്ണം പട പറഞ്ഞു കൂളിവാകെ കൈലാസത്ത് കാവരുമിരുത്തി വൈകുണ്ഠം നോക്കി അങ്ങനെ വഴി പോകുന്നു മാതാവും. അങ്ങനെ വൈകുണ്ഠത്തോടെ വഴി ചെന്നു. പാർവതി മാതാവായിരിക്കുന്നു വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാനെ നേടി വിളി പകർന്നു. വിഷ്ണു ഭഗവാനോട് നിന്നങ്ങനെ പട പറഞ്ഞു, പരമേശ്വരൻ തിരുവടിയാണ് നല്ല അച്ഛനെ കൊണ്ട് നാട്ടിലെങ്ങും നടന്നുകൂടാം. കാട്ടിലെങ്ങും നടന്നുകൂടെ നല്ലച്ഛനായിരിക്കുന്നു. പള്ളിവേട്ട നായാട്ടിനായി അങ്ങനെ ഭൂമി ലോകം പൂവാരത്ത് കൂളിക്കുന്നം കാട്ടകത്തോടെ വഴി ചെന്നു. ഒരു നാളിൽ കൂളിക്കുന്നം കാട്ടകത്തുള്ള കൂളിവാകെ കണ്ടു മോഹിച്ചു പോയി. അവളെ തന്നെ തൊടുവാനും തൊട്ടു തീണ്ടി സംഘമോഹങ്ങൾ ചെയ്യുവാനും ഒരുവിടത്തപ്പോ അവൾ ഒരു നുണാചതി പറഞ്ഞു പോന്നിട്ടുണ്ട്. ഇന്നേക്കടുത്ത ഈ 7-ാം ദിവസം വാഗനെല്ലിവരിക്ക പ്ലാവിന്റെ തൃക്കടവാരത്തും അവൾ ചെന്നിരുന്നോളാമെന്ന് പറഞ്ഞു പോന്നിട്ടുണ്ട്. അവൾ ശ്രീ കൈലാസത്ത് വന്ന് ഇരിപ്പുണ്ടല്ലോ. ആയതുകൊണ്ടായിരിക്കുന്നു അവൾക്ക് വേണ്ടുന്നൊരു ഉപദേശം ചൊല്ലിക്കൊടുക്കേണം എൻ്റെ ഭഗവാനേ. നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴേ കൂളിവാകയെന്ന് ഞാനും കേട്ടതുള്ളൂ. ആ കൂളിവാകെ ഞാനൊട്ടും കണ്ടിട്ടില്ല. നിങ്ങളെന്ന് വന്നാൽ മായാരൂപങ്ങൾ അവതരിക്കുന്നു ഒരു മാതാവല്ലേ. ആ കൂളിവാകയുടെ മായാരൂപങ്ങളൊന്ന് അവതരിച്ചാലും ഞാനും ഒന്ന് കാണട്ടെ എന്ന വണ്ണം പട പറയുന്നു. ഒരു നേരം മാതാവ് ചിരട്ട തൻ്റെ കരിയെടുത്ത് മേലാസകലം കൊണ്ട് പുരട്ടുന്നു. കല്ലുമാല കബഡിമാല ജതക്കേലസും രാമായണം കുത്തുവച്ച മടകുളക്കെയും പേർത്തടഞ്ഞു. കൂളിവാകെ പോലെ ചന്തമ്മ ചമയം ചമഞ്ഞൊരുങ്ങി വിഷ്ണു ഭഗവാനെതിന് മുമ്പിൽ അങ്ങനെ നിലനിൽക്കുന്നു മാതാവും. വിഷ്ണു ഭഗവാനായിരിക്കുന്നു. ആ കൂളിവാകയുടെ അഴകിനെ കാണുന്നു. ദത്തം വച്ചുണ്ട് അഴക് കാണുന്നു. പൊന്നിനാരം പോർച്ചുണങ്ങ് അഴക് കാണുന്നു. ആലിലൊക്കൊത്തോരണിവയറങ്ങനെ അഴക് കാണുന്നു. ഒരു നേരത്ത് വിഷ്ണു ഭഗവാനും നിന്ന് പറഞ്ഞു, ഇത്രയ്ക്കും അഴകും ചിതല്ലാവണ്യമുള്ളൂ ഒരു പെൺകിടാവും കൂളിവാകയെന്ന് വന്നാൽ പരമേശ്വരൻ തിരുവടിയാണ് നല്ല അച്ഛൻ കണ്ടുപോയെന്ന് വന്നാലോ മോഹിച്ചു പോയില്ല എൻ്റെ മാതാവേ. ഞാനും ഈ കൂളിവാകെ കണ്ടു മോഹിച്ചു പോയല്ലോ. ആയതുകൊണ്ട് നിങ്ങളായിരിക്കുന്നു ഈ കൂളിവാകയുടെ മായാരൂപത്തിൽ ഭൂമി ലോകം പൂവാരത്തൊന്ന് വഴി ചെന്നോളൂ. വാഗനെല്ലിവരിക്ക പ്ലാവിന്റെ തൃക്കടവാരത്വം ചെന്നങ്ങനെ അറിയിരുന്നോളൂ. പള്ളിവേട്ട നായാട്ടും കഴിഞ്ഞു. പരമേശ്വരൻ തിരുവടിയാണ് നല്ല അച്ഛൻ വഴിയെ വഴി വന്നു എന്ന് വന്നാൽ നിങ്ങളെ കണ്ടാലും അറിഞ്ഞു പോകില്ല. കൂളിവാക എന്നു നിനെന്ത് കണ്ട് നിങ്ങളെ തന്നെ തൊട്ടു തീണ്ടി സംഘമോഹങ്ങൾ അങ്ങനെ ചെയ്തിരുന്നോളും എൻ്റെ മാതാവേ. അങ്ങനെ നിങ്ങളെ
തന്നെ തൊട്ടു തീണ്ടി സംഘമോഹങ്ങളും ചെയ്തിരിക്കും 336 മന പൊന്നുണ്ണേ മക്കൾക്കുള്ള വരവും വരപ്രസാദങ്ങളും തന്നിരിക്കും 336 മന പൊന്നുണ്ണേ മക്കൾ പിറന്നു എന്ന് വന്നാൽ ഒക്കേലയ്ക്കും ഒടുവിൽ പിറക്കുന്ന മകൻ എൻ്റെ മായത്തിൽ പിറക്കുന്നു ഒരു മകനായിരിക്കും. ആ മകനെ നല്ലൊരു ഞാണം കെട്ടി 4 പേരൊന്ന് കൂട്ടി വിളിക്കുമ്പോ എൻ്റെ മായ പേരൊന്ന് കൂട്ടി വിളിക്കണം എന്ന വണ്ണം വാഴിച്ചങ്ങനെ വരം കൊടുക്കുന്നു ഭഗവാനും. അങ്ങനെ വിഷ്ണു ഭഗവാനോട് നിന്നങ്ങനെ അണിയുടെ യാത്രയും കൈവഴങ്ങി പാർവതി മാതാവായിരിക്കുന്നു. കൂളിമാകിടമായ രൂപത്തിങ്കലായിരിക്കുന്നു ഭൂമിലോകം പൂവാരത്തങ്ങനെ കീഴടങ്ങുന്നു. കൂളിക്കുന്ന കാട്ടകങ്ങളൊക്കെയും നടന്നൂടി മാതാവ് വാഗതിൽ വിരിക്ക പ്ലാവിന്റെ തൃക്കടമാരത്തങ്ങനെ തണലും മലച്ചങ്ങനെ അറിയിരിക്കുന്നു ഒരു കാലം. 7 നാളത്തെ പള്ളിവേട്ട നായാട്ടും കഴിഞ്ഞു. പരമേശ്വരൻ തിരുവടിയാണ് നല്ല അച്ഛനായിരിക്കുന്നു. ആ വഴിയെ വഴി വരുന്നോരു നേരം കൂളിമാകിടമായ രൂപത്തിലിരിക്കുന്ന പാർവതി മാതാവിനെ കണ്ട് അറിഞ്ഞതുപോലുമില്ല. കൂളിമാകായുന്നു നിനന്ത് കണ്ട് നല്ലച്ഛനായിരിക്കുന്നു. പാർവതി മാതാവിനെ തൊട്ടു തീണ്ടി അങ്ങനെ സംഘമോഹങ്ങൾ ചെയ്തൊഴിയുന്നു പരമേശ്വരോ. കൂളിമാകായുന്നു നിനന്ത് കണ്ട് പാർവതി മാതാവിനെ തൊട്ടു തീണ്ടി സംഘമോഹങ്ങളും ചെയ്തൊഴിഞ്ഞു 336 മന പൊന്നുണ്ണേ മക്കൾക്കുള്ള വരവും വരപ്രസാദങ്ങൾ അങ്ങനെ കൊടുത്ത് കാണുമ്പോ മാതാവ് ചോദിച്ചു, അയ്യോ എൻ്റെ ഭഗവാനെ, ഈ കണ്ട ഉണ്ണി മക്കൾ എനിക്കു പിറന്നു എന്ന് വന്നാൽ എന്നോട് കുപ്പമാടത്തിലും ആപദം കഴിവില്ലല്ലോ എന്നതിനെ കേട്ടു നല്ലച്ഛനും പറഞ്ഞു, നിന്നുടെ ഉണ്ണി മക്കൾക്ക് 28 നന്നാളും വന്നങ്ങനെ അരിവെടുക്കുമ്പോ ശ്രീ കൈലാസത്തൊന്ന് കൊണ്ടുപോന്നോളൂ, അവർക്കായിരിക്കുന്നു നല്ല രഞ്ഞാണം കെട്ടിയോ 4 പേര് ഞാനും കൂട്ടി വിളിച്ചോളാം എന്ന വണ്ണം വാഴിച്ചങ്ങനെ വരം കൊടുക്കുന്നു പരമേശ്വരൻ. അങ്ങനെ പാർവതി മാതാവിനോട് നിന്നങ്ങനെ അണിയുടെ യാത്രയും കൈവഴങ്ങി നല്ലച്ഛനായിരിക്കുന്നു. വെള്ളിച്ചിങ്ങ പൊന്നും പോർക്കുതിര തന്റെ പുറം കയറി അങ്ങനെ വഴിയാലെ വഴി പോകുന്നു ഒരു നേരം. പാർവതി മാതാവായിരിക്കുന്നു അച്ഛൻ്റെ ബീജത്താല കൊണ്ടങ്ങനെ ആവാഹിച്ചെടുക്കുന്നു. 2 ചണ്ണക്കിഴങ്ങിൽ കൊണ്ടങ്ങനെ ഉളികലർത്തി മാതാവ് 8 പേരുള്ള ഭൂമിസ്ഥാനത്തു കൊണ്ടങ്ങനെ കുഴിച്ചു മൂടുന്നു. ചണ്ണക്കിഴങ്ങിന് വാഴിച്ചങ്ങനെ വരം കൊടുത്തു. കൂളിമാകിയെന്ന ചെറുവെള്ളൂത്തി കാട്ടാളത്തി എന്ന പെണ്ണു പെൺകിടാവും ഈ വഴിക്ക് വഴി വന്നു എന്ന് വന്നാൽ അവൾക്ക് കിട്ടിയിരിക്കണം. അവളതെടുത്തു അമൃതേത്തു ചെയ്തു എന്ന് വന്നാൽ അവരുടെ അണി വയറ്റിലായിരിക്കുന്നു 336 ഓമന മക്കളും പിറന്നിരിക്കണം എന്ന വണ്ണം ചണ്ണക്കിഴങ്ങിന് വാഴിച്ചങ്ങനെ വരം കൊടുക്കുന്നു മാതാവും. അങ്ങനെ പാർവതി മാതാവായിരിക്കുന്ന കൂളിമാകിടമായ രൂപങ്ങളൊക്കെയും വെടിയുന്നു. ശ്രീ കൈലാസത്തോടങ്ങനെ വഴിചെല്ലുന്നു ഒരു നേരം. കൂളിമാകയോടെന്ന് പറഞ്ഞു, നീ പറഞ്ഞത് സത്യം പരമാർത്ഥമായിരുന്നടി കൂളിമാകേ, ഞാനും നിന്റെ മായാരൂപത്തിങ്കലായിരിക്കുന്നു. മാകനെലിവരിക്കപ്ലാവിന്റെ തൃക്കടവാരത്തും ചെന്നിരുന്നു. പരമേശ്വരൻ തിരുവടിയാണ് നല്ല അച്ഛൻ എന്നെയും തൊട്ടു തീണ്ടി സംഘമോഹങ്ങളും ചെയ്തൊഴിഞ്ഞു. 336 ഓമന പൊന്നുണ്ണി മക്കൾക്കുള്ള വരവും വരപ്രസാദങ്ങളും തന്നിട്ടുണ്ട്. ഞാനതായിരിക്കുന്നു ചണ്ണക്കിഴങ്ങിൽ കൊണ്ടങ്ങനെ ഉളിയിലർത്തിയിട്ടുണ്ട്. നീ അതെടുത്തു അമൃതേത്തു ചെയ്തു എന്ന് വന്നാൽ നിന്നുടെ അണി വയറ്റിലായിരിക്കുന്നു 336 ഓമന പൊന്നുണ്ണി മക്കളും പിറന്നിരിക്കും എന്ന വണ്ണം പാർവതി മാതാവ് നിന്നങ്ങനെ വട പറയുന്നു ഒരു നേരം.
എന്നതിനെ കേട്ടുകൂടി വാക കരഞ്ഞു. കരഞ്ഞങ്ങനെ മുറകീണു മാതാവിനോട് പട പറഞ്ഞു, ഈ കണ്ട ഉണ്ണി മക്കളോ എനിക്കു പിറന്നു എന്ന് വന്നാൽ എന്നോട് കുപ്പുമാടത്തിലും ആവതും കഴിവില്ലല്ല എൻ്റെ മാതാവേ. നിന്നുടെ ഉണ്ണി മക്കൾക്കായിരിക്കുന്ന 28 നിന്നാണും വന്നങ്ങനെ ഏർപ്പെടുക്കുമ്പോ ശ്രീ കൈലാസത്തൊന്നങ്ങനെ കൊണ്ടുപോകുന്നുള്ളൂ. അവർക്കായിരിക്കുന്നു നല്ലരഞ്ഞാണം കെട്ടി 4 പേരൊക്കെയും കൂട്ടി വിളിച്ചോളാമടി കൂടി ഭാഗി അവർക്ക് വേണ്ടെന്ന വില്ലും വേലകളുമാം കയറി പോകുവാനുള്ള 7 വാഹനങ്ങളൊക്കെയും നല്ല അച്ഛൻ്റെ കയ്യും കണക്കായും ഞാനും തോറ്റിക്കൊടുത്തോളാമടി കൂടിവാകേ എന്ന വണ്ണം പറഞ്ഞു. മനം കളിപ്പിച്ചങ്ങനെ കൂടിവാകേ പറഞ്ഞയക്കുന്നു മാതാവും. അങ്ങനെ കൂടിവാകപ്പെണ്ണവളായിരിക്കുന്നു അവിടെ നിന്നങ്ങനെ കീഴടങ്ങുന്ന ഒരു നേരത്ത് ഭൂമിലോകം പോവാരത്തങ്ങനെ വഴി ചെല്ലുമ്പോ കൂളിക്കുന്ന കാട്ടകങ്ങളൊക്കെയും നടന്നോടി കൂളിവാക ചണ്ണക്കിഴങ്ങൊക്കെയും കുത്തിയും മാതുന്ന ഒരു നേരം കൂളിവാകവൾക്കായിരിക്കുന്നു ചോര പുരുണ്ടോ ഒരു ചണ്ണക്കിഴങ്ങ് കിട്ടുന്നു പാൽ പുണഞ്ഞുള്ളോ ഒരു ചണ്ണക്കിഴങ്ങ് കിട്ടുമ്പോ ഇത് എന്തോ ഒരു കാലമില്ല പുതുമയാണ് എൻ്റെ ബ്രഹ്മാവേ. ഇക്കാലം കൊണ്ടായിരിക്കുന്നു ചണ്ണക്കിഴങ്ങൊക്കെയും കുത്തിയും മാന്തിയിട്ടും ചോര പുരുണ്ടോ ഒരു ചണ്ണക്കിഴങ്ങ് കിട്ടിയിട്ടില്ല പാൽ പുണഞ്ഞുള്ളോ ഒരു ചണ്ണക്കിഴങ്ങ് കിട്ടിയിട്ടില്ല എന്ന വണ്ണം നിലന്തൂക്കൂളിവാകവളായിരിക്കുന്നു. ആ ചണ്ണക്കിഴങ്ങ് അവരുടെ കുപ്പുമാടത്തോടെ കൊണ്ടുചെന്നു അവർ ദേത്തു ചെയ്യുന്നു കൂടിവാക. ആളും കഴിയുന്നു 3 കഴിഞ്ഞു. അന്നേക്ക് 3 മാസങ്ങളൊക്കെ ഈരെടുക്കുമ്പോ കൂളിവാകയ്ക്ക് ഗർഭമുണ്ടോ ഇല്ലയോ എന്നുള്ള ഇടവഴക്കം പരിവഴക്കം സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നു. ഈരാകുന്ന മാസത്തിൽ ഈർക്കരുവേ മടിമുറ്റി 3 മാസത്തിൽ മുധു പരന്നു മുലക്കണ്ണ് 2 കറുകറുന്നിനെ കറുത്തു കാണുന്നല്ലോ. 4 മാസത്തിൽ വെട്ടിവച്ച നാക്കില പോലെ ഗർഭം മടി പരന്നു. 5 മാസത്തിൽ ഗർഭച്ചാക്കോള് പെരുങ്കുതികളൊക്കെ തോന്നുമ്പോൾ വാണ്ടിയിടുന്ന വഴുതനങ്ങ പൂണ്ടിയിടുന്ന കുമ്പളങ്ങ വട്ടമുത്തോരു ചേന ചണ്ണക്കിഴങ്ങ് ചാവാലിക്കിഴങ്ങ് ഉമ്മലക്കിഴങ്ങ് ചെറുകിഴങ്ങ് നറുകിഴങ്ങ് അതിരുമേ കിഴങ്ങ് കൊള്ളിക്കിഴങ്ങ് മധുരം കിഴങ്ങ് കണ്ടിച്ചേമ്പ് കട്ടങ്കാവത്ത് വാഴമാങ്ങിൻ്റെ കടയൊക്കെ കൂട്ടി കൊണ്ടുവന്നു കൂളിവാക വെച്ചു തിന്നു ചുട്ടു തിന്നു കട്ടു തിന്നു കാണാതെ തിന്നു കൂളിവാക. ഗർഭച്ചാക്കോള് പെരുങ്കുതികളൊക്കെ തീർത്തു കാണുന്നു കൂളിവാക. 6 മാസത്തിൽ പാരാറുണ്ണി പൈതലായി ഉഴിതിരിയുന്നു. 7 മാസത്തിൽ എഴുന്തിന പിള്ളപാടെ മറയുന്നു. അങ്ങേ പള്ളയിലും ഇങ്ങേ പള്ളയിലും ചില അനക്കങ്ങളൊക്കെ തോന്നി തുടങ്ങി. 8 മാസത്തിൽ കുത്തുമുല 2 മണിമുലപാലും ചുരന്നു. 8 9 മാസങ്ങളൊക്കെ നിറപുരുതി ഈറ്റക്കല്ലേറിയറിയിരിക്കുമ്പോ കൂളിവാകയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇളച്ചിളച്ചിളച്ച് വഴിക്ക് ചില പേറ്റുനോവുകളൊക്കെ വന്നീരെടുക്കുമ്പോ ചണ്ണചാവാലിം നടയിൽ എങ്ങനെ പെറ്റു പ്രസവം കഴിയ വേണ്ടു എൻ്റെ അച്ഛാ പരമേശ്വരായോ എന്ന് മനസാല ഉറ്റുനാവാല പ്രാർത്ഥിച്ചു. അറിയിരിക്കുന്നു ഒരു നേരത്ത് കാലും കാലരാമുക്കാൽ നാഴികയോളം സമയം ചെല്ലുമ്പോ കൂളിവാകയ്ക്ക് ചണ്ണചാവാലിം മട ഉറക്കര പാതാളം പെറ്റുകിടക്കുവാനുള്ളൊരു ഈറ്റില്ലംപോർമാടകമായി അഴകു തോന്നുന്നു. ഈറ്റില്ലംപോർമാടകത്തിന്റെ വലമ്പാകെ നിൽക്കുന്ന നാഗാകരിമ്പന വയറ്റാട്ടി മാതാവായി അഴകു തോന്നുമ്പോൾ കരിമ്പനമേ പടർന്നു പിടിച്ചിന നെടിയാൻ വള്ളി ഊഞ്ഞാൽ വള്ളി പിടിയാർ വള്ളിയായും അഴകു തോന്നുമ്പോ കൂളിവാക ചണ്ണചാവാലിമ്മട
ഉറക്കര പാതാളത്തോടെ കടന്നു ചെന്നു മുട്ടുകുത്തി മുളചാരി പിടിയാർ വള്ളിയും പിടിച്ചു പേറ്റു ദുഃഖങ്ങളൊക്കെ മുറവിളി കൂട്ടുന്നു കുളിവാക നേരം കുളിവാകയ്ക്ക് ഓരോരോരോര പേറ്റു നോവുകളൊക്കെ വന്നീരെടുത്തുന്നു ഒരു നേരത്ത് ഒരാരിശം നൊന്തു നോവാല വിളി പകരുമ്പോൾ ഓരാർത്ഥം പിള്ള വന്നു താഴ് തുറന്നു ഈരാരിശം നൊന്തു നോവാല വിളി പകരുമ്പോൾ ശിവനും ശക്തിയും വന്നു വരം കൊടുത്തു മൂവാരിശം നൊന്തു നോവാല വിളി പകരുമ്പോൾ ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാരും വരം കൊടുത്തു നാലാരിശം നൊന്തു നോവാല വിളി പകരുമ്പോൾ നാങ്കു നാരായണ സ്വാമിയും വരം കൊടുത്തു അഞ്ചാരിശം നൊന്തു നോവാല വിളി പകരുമ്പോൾ പിടിച്ചിരുന്ന പിള്ള പിടിവള്ളി വിട്ടു കുഞ്ചി കരണം കുതി മറഞ്ഞു തണ്ടലോട ചുറ്റി സദാശിവന കൈതൊഴു അന്നേരം കൂളിവാക ചണ്ണ ചാവാലിമ്മട ഉറക്കര പാതാളത്തിൽ ഒന്നുക്കും പിന്നാലെ അതിക്കും പിന്നാലെ പിന്നയ്ക്കും പിന്നാലെ 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 ഒന്നിൽ കുറയാതെ പത്തിൽ കുറയാതെ പത്തും കുറെ 335 പാരാറുണ്ണി പുനമക്കളെ കൂളിവാക പെറ്റു പെറ്റു പിന്നെയും പെറ്റു കൂളിവാക പിന്നെയും തുരുതുരുന്നിനൊരു 335 പാരാറുണ്ണി പുനമക്കളെ പെറ്റു പ്രസവം കഴിഞ്ഞു കാണുന്നു കൂളിവാക പ്രസവം കഴിഞ്ഞു കൂളിവാക ഇടംപാക തിരിഞ്ഞു വലംപാക നോക്കുമ്പോൾ മക്കളുടെ ഉഴച്ചിലും മറച്ചിലും കണ്ടു പേടിച്ചു ഭയപ്പെട്ടു നെല്ലിക്ക വട്ടിയിട്ട് വീണാര പോലെ പേരാരിന്റെ ഇല കൊഴിഞ്ഞു കിടക്കും പോലെ പഴച്ചക്ക വീണു കുരു തെറിച്ചാര പോലെ അടയ്ക്കാകുടത്തിൽ ഊത്തം കിടന്ന് തെളുതെളുന്നിന തിളയ്ക്കും വണ്ണം മക്കളുടെ ഉഴച്ചിലും മറച്ചിലും കണ്ടു പേടിച്ചു ഭയപ്പെട്ടു തെല്ലകലെ മാറി നിന്നു കുളിവാക അയ്യോ എൻ്റെ പരമേശ്വര ഒരു മകനുള്ള വരവും വരപ്രസാദവും തന്നു ഒന്നിൽ കുറയാതൊരു 335 ഞാൻ പെറ്റുപ്രസവം കഴിഞ്ഞു എന്നിട്ടും എൻ്റെ അണിവയറോട്ടും ഒഴിഞ്ഞു കാണാനില്ലല്ലോ ഭഗവാനെ എൻ്റെ അണിവയറ്റിൽ കിടന്ന് നാഗം ചീറ്റുന്നത് പോലെ തോന്നുന്നു ആട്ടിൻ മുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നല്ലോ അപ്പോഴായിരിക്കുന്നു കൂളിവാകയ്ക്ക് ആറാരിശം നൊന്ത് നോവാല വിളി പകരുമ്പോൾ ചണ്ണചാവാലിമ്മട ഉറക്കര പാതാളത്തിൽ കൂളിവാക 336 ആരോ മലുണ്ണി പൊന്മകനെ പെറ്റു പ്രസവം കഴിഞ്ഞു കാണുന്നു കൂളിവാക അന്നേരം മൂടൽ ശീല പൊളിച്ചു നോക്കുമ്പോ കൂളിവാക ഉണ്ണി മകനുടെ അഴകു കണ്ടറിഞ്ഞു ചേലേറും പൊൻകിരീടം നെറ്റിയിൽ മഞ്ഞ ചുട്ടി വട്ടമുടി യോഗമുടി തങ്കച്ചിട പേർച്ചിട തലമുടി അഴക് കാതിൽ ശംഖും മുദ്ര അടയാളം ഇടംപിരി യോഗവട്ടം വലംബാഹ പൂണുനൂല് ഇരുകൈയിലും മരച്ചാൻ വടി മുച്ചാൻ വടി ചിലമ്പിട്ടവടി ചിലമ്പിടാവടി കാഞ്ഞിര കുറുവടി മുടി വിണഞ്ഞിന പൊന്മുടി പോത്താങ്കോലും മഴകു തോന്നുന്നു വെളുത്ത മേനിയിന്മേൽ കറുത്തു ചുരുണ്ടിന ആരോമം അരനിറയെ അരമണി കാലിന്മേൽ ചിലമ്പും ആളിൽ കുറിയവനെങ്കിലും അഴകിൽ പെരിയവനെന്നും വട്ടക്കൊമ്പനെന്നും ചോര കണ്ണനെന്നും മുണ്ടൻ മുറിവാലൻ കാലിൽ കുറ്റിയ ചെമ്പൻ ചെറുപുള്ളിപ്പോത്തിന്റെ പുറം കയറി വരുന്നത് പോലെ അഴകു തോന്നി കൂളിവാകയ്ക്ക് അന്നേരം കൂളിവാക ഉണ്ണിമക്കളെ ഓരോന്നിനെ എടുത്തു അണിമുലപ്പാലും കൊടുത്തു ആലോലപ്പാട്ടും പാടി കൂളിക്കുന്നം കാരണത്തിലും കൊണ്ടു അണി വളർത്തുന്നു കൂളിവാക അന്നാളും കഴിഞ്ഞു 3 കഴിഞ്ഞു 3 മുടങ്ങിറങ്ങി കുളിച്ചു 4 കുളിച്ചു 10 കുളമിറങ്ങി കുളിച്ചു 15 ലീറ്റ പുലവാലായ്മകളും കഴിഞ്ഞു
28 നാളുകളൊക്കെ വന്നീരെടുക്കുന്നു ഒരു നേരം കൂളിവാക ഉൾമനസ്സിലൊന്നു നിനന്തു പോകുന്നു ഇവർക്കായിരിക്കുന്നു അച്ഛനെന്നു വന്നാല് ആദി ശ്രീ കൈലാസത്ത് ശ്രീ പരമേശ്വരൻ നല്ലച്ഛനാകുന്നല്ലോ അമ്മ എന്ന് വന്നാലോ പാർവതി നല്ലെങ്കി മാതാവാകുന്നു ഈ ഉണ്ണി മക്കൾക്ക് 28 നാളുകളൊക്കെ വന്നീരെടുത്തു പോയല്ലോ ആയതിനെ കൊണ്ടു അച്ഛന്റെ വലം കയ്യാല കൊണ്ട് നല്ല റിങ്ങാണം ഒന്ന് കെട്ടി 4 പേരൊന്ന് വിളിക്കണമെന്ന് വന്നാല് ഈ 336 പാരാറുണ്ണി പുനമക്കളെ ആദി ശ്രീ കൈലാസത്ത് ഞാനേ വണ്ണം പെണ്ണൊരുത്തി ഒന്ന് കൊണ്ടുപോക വേണ്ടു എന്നും നിരന്തു കൂളിവാക നിലനിൽക്കുമ്പോൾ അമ്മക്കാട്ടിലേക്ക് കടന്നു ചെന്നു അമ്മക്കോല് വെട്ടിയെടുത്തു ഇല്ലിക്കാട്ടിലേക്ക് കടന്നു ചെന്നു ഇല്ലിക്കോല് വെട്ടിയെടുത്തു ചൂരക്കാട്ടിലൂടെ കടന്നു ചെന്നു ചൂരല് വെട്ടിയെടുത്തു വലുതായിട്ടൊരു കോരാൻകോട്ട മാനാൻകോട്ട നെയ്തുണ്ടാക്കി അന്ന് കൊത്തി ഇറങ്ങിയ കോഴി കുഞ്ഞുങ്ങള് ഇരുമ്പിന്മേൽ കയറ്റി വെച്ച് ഭൂമിയിലേക്ക് ഇറക്കും വണ്ണം കൂളിവാക ഉണ്ണി മക്കളെ ഓരോന്നിനെടുത്തു കോരാൻകോട്ടയിൽ കൊണ്ടു മലർത്തി കിടത്തി കമഴ്ത്തി കിടത്തി കുത്തിച്ചാരി വെച്ചു ഒന്നിന്റെ മേൽ ഒന്നിനെ വെച്ചു അതിന്റെ മേലേക്ക് മേലെ അടക്കി വെച്ചു പുട്ടുകുത്തി അടയ്ക്കും വയ്ക്കും വണ്ണം കൂളിവാക 336 എണ്ണത്തിന് കോരാൻകോട്ടയിലും കൊണ്ടു നിറവു ചെയ്തു പുല്ലാനി തൂപ്പൊടിച്ചു ചുമ്മാടും വെച്ചു മുട്ടിന്മേൽ കയ്യും കുത്തി എടുക്കം കൂടാതെ എടുത്തേറ്റി വഴി പോരുന്നു കൂളിവാക ആദി ശ്രീ കൈലാസത്തോടെ വഴി ചെല്ലുമ്പോൾ അച്ഛൻ പരമേശ്വരൻ കുളിക്കുന്ന തത്ര വെള്ളപ്പളുങ്കുപേരാറിന്റെ വൻകരയോടെ വഴി ചെല്ലുമ്പോ കൂളിവാക ഉണ്ണി മക്കളെ കൊന്നു കുളിപ്പിച്ചു കൊണ്ടുപോകാമെന്നും നിനന്ത് കോരാൻകോട്ട കൊണ്ട് കീഴിറക്കി വയ്ക്കുമ്പോൾ ഇളവെള്ളം കണ്ട മായാ മക്കള് ഇളവെള്ളത്തിലേക്ക് തവള ചാടും പോലെ ചാടുന്നു മീൻ പോലെ നുരകൊത്തി ആമ പോലെ പുറം നികത്തി ആമ്പൽ പോലെ വിരിഞ്ഞു മുതലയെ പോലെ മൂക്കെടുത്തു കളിച്ചു 6 കടവിലും ചെന്നു 108 കടവിലും ചെന്നു കളിയും കുളിയും കഴിയുന്നു ഒരു നേരത്ത് കൂളിവാക ഉണ്ണി മക്കളെ ആട കാട്ടി വിളിച്ചു ആഭരണം കാട്ടി വിളിക്കുന്നു ഒരു നേരത്ത് ഉണ്ണി മക്കളൊട്ടും വൻകരക്കി അടുത്തു കാണാത്ത മൊഴി മൂലം കൊണ്ട് ഒക്കേലേക്ക് ഒടുവിലുള്ള ഒരു മകനാകുന്നു കൂളിവാകയോട് നരുളി ചെയ്തു എങ്കിലോ കൂളിവാകയമ്മേ ഞങ്ങളുടെ അച്ഛനാരെന്നും അമ്മയാരെന്നും പറയാതെ കണ്ട് വൻകരണയുന്ന മക്കൾ ഞങ്ങൾ ഒട്ടും തന്നെയല്ല ആയതിനെ കേൾക്കുമ്പോ കൂളിവാകയും പറഞ്ഞു നിങ്ങൾക്ക് അച്ഛനായതു ആദി ശ്രീ കൈലാസത്തു ശ്രീ പരമേശ്വരൻ നല്ലച്ഛന് അമ്മ എന്ന് വന്നാലോ പാർവതി നല്ലെങ്കി മാതാവാകുന്നു നിങ്ങളെ പെറ്റെടുത്തു പണി വളർത്തിയ കൂളിവാക ഞാനാണ് എൻ്റെ മക്കളെ എന്ന് കൂളിവാക നിന്നു അരുളി ചെയ്യുമ്പോ അപ്പോഴാണ് 336 പാരാറുണ്ണിപുര മക്കളാകുന്നല്ലോ ഓളം പുറത്ത് ചണ്ടി വന്നണയും വണ്ണം ഇളവെള്ളത്തിൽ കോലാൻ കുഞ്ഞുങ്ങൾ കളിച്ചോടി വരും വണ്ണം വൻകരയ്ക്ക് അടുത്തു കാണുമ്പോ കൂളിവാക ഉണ്ണി മക്കള് രണ്ടാമതും കോരാൻ കോട്ടയിൽ കൊണ്ടു നിറവു ചെയ്തു എടുത്തേറ്റി വഴിയാല വഴി പോരുന്നല്ലോ ആദി ശ്രീ കൈലാസത്തോടെ വഴിയാല വഴി ചെല്ലുന്നു ഒരു നേരത്ത് ശ്രീ പരമേശ്വരൻ നല്ലച്ഛനും പാർവതി മാതാവുതി മുൻപാകെ കൊണ്ട് കോരാൻ കൊട്ട കൊണ്ട് കീഴിറക്കി വയ്ക്കുന്നു കൂളിവാക അപ്പോഴറിയിക്കുന്നു അച്ഛ പരമേശ്വരൻ കൂളിവാകയെയും കോരാൻ കൊട്ട നിറച്ചു ഉണ്ണി മക്കളെയും കാണുമ്പോൾ ചോദിച്ചു ഇതെന്താണ് കൂളിവാകെ ഈ കോരാൻ കൊട്ട നിറച്ച് 336 ഉണ്ണി മക്കള് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം
കാര്യം എനിക്കൊന്നു കേൾക്കണം കൂളിവാകെ. അപ്പോൾ പറഞ്ഞു കൂളിവാക, അല്ലയോ അച്ഛാ പരമേശ്വര, ഇപ്പോൾ അച്ഛനൊട്ടും തന്നെ അറിഞ്ഞുകൂടാ. ഇവർക്കും അച്ഛൻ എന്ന് വന്നാല് ശ്രീ കൈലാസത്ത് ശ്രീ പരമേശ്വരൻ നല്ലച്ഛൻ, അമ്മയെങ്കിലോ പാർവതി നല്ലെങ്കി മാതാവാകുന്നല്ലോ. ഇവരെ പെറ്റെടുത്തു അണി വളർത്തിയ കൂടിവാക ഞാനാകുന്നു ഭഗവാനെ. ഈ ഉണ്ണി മക്കൾക്ക് 28 നാളുകളൊക്കെ ഇരടുത്തു ആയതുകൊണ്ടു അച്ഛന്റെ വലം കയ്യാല കൊണ്ടുണ്ണി മക്കൾക്ക് നല്ലരിഞ്ഞാണം ഒന്നു കെട്ടി 4 പേരൊന്നു കൂട്ടി വിളിച്ചേ മതിയാവുള്ളൂ. ആയതിനെ കേൾക്കുമ്പോൾ അച്ഛൻ പരമേശ്വരനും പറഞ്ഞു, അല്ലയോ കൂളിവാകെ, ഈ 336 നല്ലരിഞ്ഞാണം ഒന്നു കെട്ടി 4 പേരൊന്നു കൂട്ടി വിളിക്കണമെന്ന് വന്നാല് കാട്ടിലുള്ള പഞ്ഞിനൂല് പരുത്തി നൂലിനൊക്കെ ഒടുക്കം വന്നു പോകുള്ളൂ. നാട്ടിലുള്ള ചെറുകുടി മനുഷ്യരുടെ ഇല്ല പേര് മനപ്പേരിനൊക്കെ ഒടുക്കം വന്നു പോകുള്ളടി കൂളിവാകെ. ആയതിനെ കേൾക്കുമ്പോ കൂളിവാക തെല്ലകലെ മാറി നിന്നു. കരഞ്ഞു കരഞ്ഞു കമലം പൊഴിഞ്ഞു നിലവു നിൽക്കുന്നു കൂളിവാക. അപ്പോഴായിരിക്കുന്നു അച്ഛൻ പരമേശ്വരനും പറഞ്ഞു, ദുഃഖിക്കേണ്ട ക്ലേശിക്കേണ്ട കൂളിവാകെ എന്നും പറഞ്ഞ് ആയതിനുള്ളൊരു അംഗോപദേശം ഞാൻ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞു ശ്രീ പരമേശ്വരൻ നല്ലച്ഛന്റെ. 1001 ചെഞ്ചിട ചിക്കി ഉലർത്തിയായതിൽ നിന്നും സാരമായൊരു ഉദ്രിച്ചിട വലിച്ചു പൊട്ടിച്ചു. ശ്രീ കൈലാസത്ത് കൊണ്ടൊരടി കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊരു കാട്ടുവള്ളി പാർവള്ളി തോട്ടമായി തോറ്റുമ്പോൾ ആയതു കാണുമ്പോ കൂളിവാക കാട്ടുവള്ളി പാർവള്ളി തോട്ടത്തോടെ കടന്നു ചെല്ലുന്നല്ലോ. കൂളിവാകയായിരിക്കുന്നു. ചാൻ വെച്ചു, മുഴം വെച്ചു, മുഴത്തിൽ മുട്ടി ചാൻ വെച്ചു. 336 പാർവള്ളിയായി മുറിച്ചെടുത്തു. അന്നേരം കൂളിവാക ഇളം വെയിലെത്തിട്ട് വെള്ളുവാട്ടവും വരുത്തി അച്ഛൻ പരമേശ്വരന്റെ തിരുമുൻപാക കൊണ്ടു കാഴ്ച വെച്ചു കാണുന്നു കൂളിവാക. അപ്പോഴാകുന്നു അച്ഛൻ പരമേശ്വരൻ പൊന്നുമെന്ന ശ്രീപീഠം പരിമുകളിൽ കയറി അരയിരുന്നു. കോരാൻ കൊട്ട കൊണ്ട് പതുക്കനെയൊന്നു വലിച്ചു വച്ചു. ഉണ്ണി മക്കളെ ഓരോന്നിനെ ഉന്മടിയിലേക്ക് കൊണ്ടു അരയിരുത്തി പാർവള്ളി കൊണ്ട് കെട്ടുവാനും പേർ വിളിക്കുവാനും തുടങ്ങുമ്പോൾ ഒക്കേലേക്കും ഒടുവിൽ പിറന്നുള്ളോരു നീ മകനെ ഉന്മടിയിലേക്ക് കൊണ്ട് അരയിരുത്തുന്നു. പാർവള്ളി കൊണ്ട് കെട്ടുവാനും പേർ വിളിക്കുവാനും തുടങ്ങുമ്പോൾ 28 നാള് പോലും തികയാത്ത ഉണ്ണി മകനാകുന്നല്ലോ. നനുനനുന്നിനെ പറയുന്നു, നുനുനുനിനെ ചിരിക്കുന്നു. വാണാർദത്ത പൈങ്കിളി കഥ പുലമ്പും പോലെ അച്ഛനോട് നിന്നു അരുളി ചെയ്യുന്നു പൊന്മകനു. അല്ലയോ പരമേശ്വര, 4 ജ്യേഷ്ഠന്മാരെ പാർവള്ളി കൊണ്ടുകെട്ടി വേറെ വിളിച്ചതുപോലെ എന്നെ വേറെ വിളിക്കുവാൻ സമ്മതിക്കുന്ന മകൻ ഞാനല്ല ഭഗവാനെ. എന്നെ പേര് വിളിക്കണമെന്ന് വന്നാല് അച്ഛന്റെ വലംഭാഗ കിടക്കുന്ന ബ്രഹ്മസമ്പൂർണ്ണ നൂലിൽ നിന്ന് ഒരിഴാനൂല് വലിച്ചു പൊട്ടിച്ച് മുപ്പിരി കൂട്ടി പിരിച്ച് നവരത്നക്കല്ല് കൊണ്ട് കുത്തി കോർത്ത് ഇടംഭാഗ കാട്ടി വലംഭാഗ കൊണ്ട് പേർത്തണിഞ്ഞ് പേർ വിളിച്ച് മതിയാവുള്ളൂ. അപ്പോഴായിരിക്കുന്നു അച്ഛൻ പരമേശ്വരന് 28 നാള് പോലും തികയാത്ത 6 മലുണ്ണി പൊന്മകനുടെ വാക്കോട് വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശ്രീ പരമേശ്വരൻ നല്ലച്ഛൻ ഉണ്ണി മക്കളെ ഓരോന്നിനെ പേർ വിളിക്കുവാൻ തുടങ്ങുമ്പോൾ ആദ്യം പിറന്നുള്ള ഒരു പൊന്മകന് ആദിമാൻ കരിയും കൂട്ടി, ആദിമാൻ കരിയും കൂട്ടി, ആദിമാൻ കരിയും കൂട്ടി, ആദി കൂട്ടി, അനാദി കൂട്ടി, ഉഗ്ര കൂട്ടി, തീ കൂട്ടി,
പറക്കുട്ടി പൂക്കിലക്കുട്ടി ജലക്കുട്ടി ഗന്ധക്കുട്ടി പുഷ്പക്കുട്ടി ധൂപക്കുട്ടി ദീപക്കുട്ടി നാമക്കുട്ടി ഭസ്മക്കുട്ടി കർപ്പൂരക്കുട്ടി അയലാളത്തെ കുട്ടി പുഞ്ചനെല്ലൂര് കുട്ടി വാഗനെല്ലൂര് കുട്ടി വടുവനെല്ലൂര് കുട്ടി കൊച്ചനെല്ലൂര് കുട്ടി കൊടുമ്പാറ കുട്ടി കാട്ടുമാടൻ കുട്ടി ചീരക്കുഴി കുട്ടി വാസുപുരം കുട്ടി മേൽപ്പുള്ളി കുട്ടി അധികാരത്തെ കുട്ടി ആ കുട്ടി ഈ കുട്ടി മായാകുട്ടി മായും കുട്ടി മറയും കുട്ടി മന്ത്രക്കുട്ടി കലിക്കുട്ടി കരിക്കുട്ടി കരിയുംകുട്ടി കരിയുംകുട്ടി പൊന്നാരം കരിയുംകുട്ടി ഓടും കുട്ടി ചാടും കുട്ടി പറക്കും കുട്ടി പായും കുട്ടി മരണക്കുട്ടി മന്ത്രക്കുട്ടി പ്രശ്നക്കുട്ടി രക്തക്കുട്ടി ചേക്കുട്ടി പൂക്കുട്ടി എന്ന് പേരും വിളിച്ചു. ഉലയിൽ മൂക്കൻ ചാത്തൻ വാണിഭ ചാത്തൻ ചാലിയം ചാത്തൻ വാകയിൽ ചാത്തൻ പാഞ്ചാത്തൻ പറക്കും ചാത്തൻ ഭൂതവ ചാത്തൻ എന്നും പേരും വിളിച്ചു. 335 പാരാറുണ്ണി പുനമക്കളെ അച്ഛന പരമേശ്വരൻ പേരും വിളിച്ചു. 336 മകനെ അച്ഛൻ പേരും വിളിച്ചു. വിഷ്ണുവിന്റെ മായത്താലും ശിവനായൻ ബീജത്താലും പിറന്നു ഒരു മകനെ പൊന്നുണ്ണി വിഷ്ണുവായേ പൊന്നുണ്ണി വിഷ്ണുവായേ പൊന്നുണ്ണി വിഷ്ണുവായേ അച്ഛൻ പരമേശ്വരനും പേരും വിളിച്ചു. ആയതിനെ കേൾക്കുമ്പോൾ പാർവതി മാതാവും വിളിച്ചു പൊന്നുണ്ണി വിഷ്ണുവായേ പൊന്നുണ്ണി വിഷ്ണുവായേ പൊന്നുണ്ണി വിഷ്ണുവായേ എന്ന് പാർവതി മാതാവും പേരും വിളിച്ചു. ആയതിനെ കേൾക്കുമ്പോൾ കൂളിവാക നല്ലമ്മയും വിളിച്ചു പൊന്നുണ്ണി വിഷ്ണുവായ ചാത്തല് പൊന്നുണ്ണി വിഷ്ണുവായ ചാത്തല് പൊന്നുണ്ണി വിഷ്ണുവായ ചാത്തനെന്ന് 3 പേരും കൂട്ടി വിളി വിളിക്കുന്ന പോ